നമസ്കാരം. നമസ്കാരം. സർ, ഇന്ന് നോർമലി കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒത്തിരി സ്ത്രീകൾ അവർക്ക് ജോലിയുണ്ട്. ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് അവർ എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ കൂടുതലും ഇപ്പം ഡിപ്രഷനാണ്, പിന്നെ എന്താ പറയുക, വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ട് ഈ ജോലി ഉണ്ടെങ്കിൽ തന്നെയും. അതായത് കുടുംബത്തിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും സന്തോഷമില്ലായ്മ അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നവരാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾക്ക് ഏത് രീതിയിലുള്ള ഹെൽപ്പാണ് കൊടുക്കാൻ കഴിയുന്നത്? സാർ ഒന്ന് വ്യക്തമാക്കി തരാമോ? സി ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ലേഡീസിന് മാത്രം എല്ലാവർക്കും ഉണ്ട്. അവരുടെ ഒത്തിരി വർക്ക് ലോഡ് കൂടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ വീട്ടിലെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യും. ഈ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് എല്ലാവർക്കും കൂടി കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെ പറയും ഡെലിഗേഷൻ എന്ന് പറയാം. വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലെ വർക്കായാലും ഓഫീസിലെ വർക്കായാലും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ഇവർ വർക്ക് ഡെലിഗേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വർക്ക് ലോഡും കൂടുതലാണ്. ഇവർ എല്ലാ വർക്കും ഇവർ തന്നെയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ആൾക്കാർ അവരവർക്കും കൂടി ഇവരെ തലയിലെടുത്ത് വെച്ചു കൊടുക്കും. ആദ്യമായി ചെയ്യേണ്ടത് ഇവരുടെ ഈ ഡിപ്രസീവ് നേച്ചർ മാറ്റണം. അത് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള 2 മൊഡാലിറ്റീസ് കൊണ്ട് മാറ്റാൻ പറ്റും. ഒന്ന് EFT, നമ്മുടെ ടാപ്പിംഗ് മെത്തേഡ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് വെച്ചിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയർ ചെയ്ത് പുതിയ പ്രോഗ്രാംസ് ഇടാൻ പറ്റും. അവരുടെ ഡിപ്രഷൻ, സ്ട്രെസ് എല്ലാം മാറ്റാൻ പറ്റും. കൂടാണ്ട് ആക്സസ് ബാർസ് എന്ന് പറയും. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒത്തിരി ഓവർ തിങ്കിങ് ആയിരിക്കും, ഒരുപാട് ചിന്തിക്കും, എപ്പോഴും നമ്പർ ഓഫ് തോട്ട്സ് ഹൈ ആയിരിക്കും. ഇങ്ങനെയുള്ള പല ആൾക്കാർക്കും ഭയങ്കര ഉറക്കം കുറവായിരിക്കും. കാലക്രമേണ പലതരം അസുഖങ്ങളിലും ബന്ധപ്പെടും. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാക്സിമം മുട്ടുവേദന മാത്രമല്ല, ജോയിൻറ്റ് പെയിൻസ്, പിന്നെ ബ്ലഡ് പ്രഷർ, ഡയബറ്റിക് കാണുന്നതായിട്ട് അറിയാൻ പറ്റും. ഇവർ ലൈഫ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാണ്. സന്തോഷമില്ല. അവർക്ക് ഒരു എന്താ പറയുക, ഒരു ലക്ഷ്യമില്ലാതെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ ജോലിഭാരവും വലിച്ചുകൊണ്ട് പോകും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് EFTയും ആക്സസ് ബാർസും കൊണ്ട് മാറ്റാൻ പറ്റും. സർ പറഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി തെറാപ്പീസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ EFTയും അതുപോലെ ബാസും ഒക്കെ നമ്മൾ രണ്ട് ക്ലബ് ചെയ്താണോ ചെയ്യുന്നത്, അത് സെപ്പറേറ്റ് ആണോ, അതെങ്ങനെയായിരിക്കും സാർ അത് പോകുന്നത്? രണ്ടും 2 ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ആണ്. ഓക്കെ. അപ്പോൾ ക്ലബ് ചെയ്തല്ല, രണ്ടും 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾക്കൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, നമ്മളിത് ചെയ്യുമ്പോൾ എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മാസമാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് ഡിപ്പെൻസ്. ഓരോ ആളുടെയും മെൻ്റൽ എബിലിറ്റി, അവരുടെ പെർസീവിങ് എബിലിറ്റി, ഇത് വച്ചിട്ടാണ് ആ ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇത്ര ദിവസം ചെയ്യണം എന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ വ്യക്തിക്കും ഇത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അവരുടെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകുന്ന പിന്നെ സറൗണ്ടിങ്സും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ്, അതുപോലെ ആയിരിക്കുമല്ലോ അല്ലേ ഇത് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പറഞ്ഞ പോലെ തെറാപ്പി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വീകരിക്കേണ്ട മറ്റു മാർഗങ്ങൾ, മറ്റു കാര്യങ്ങൾ എന്താണ്? അതിനുശേഷം അവർ നോർമലി പറയില്ലേ തുടർച്ചയായിട്ട് അവർ ബാക്കി അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാഡം ചോദിച്ചത്. വളരെ റിലവൻ്റ് ആണ്. പലരും വിചാരിക്കും ഇത് ചെയ്തു കഴിഞ്ഞു തീർന്നു, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അഡ്വൈസ് കൊടുക്കണം, ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ ഇവരെ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ കൂടി അങ്ങനെ ആക്കിയിട്ടാണ്, അങ്ങനത്തെ പ്രോഗ്രാം കൂടി മനസ്സിലുണ്ടാക്കിയിട്ടാണ്. ഓക്കെ. സർ, അപ്പം ഈ ഒരു പറയുന്ന ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കാത്ത, അങ്ങനെ ഒരു അവസ്ഥയിലല്ലാതെ നോർമലായിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു നോർമൽ പേഴ്സൺ, അവർക്കും ഇത് വളരെ എഫക്റ്റീവ് അല്ലേ, നോർമൽ നല്ലൊരു ലൈഫ് കൊണ്ടുപോകാനായിട്ട്? തീർച്ചയായിട്ടും ഇത് എല്ലാ ആൾക്കാർക്കും ഈ പ്രോഗ്രാം, ഇത് EFT എന്ന പ്രോഗ്രാം വളരെ എഫക്റ്റീവാണ്. ഈ ഡിപ്രഷൻ ഇല്ല, ആങ്സൈറ്റി ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒരു ചലഞ്ച് ഇല്ല എന്നുള്ളതല്ല. അവരുടെ ഉള്ളിൽ കുറേ ട്രമാറ്റിക് സിറ്റുവേഷൻസ് കാണും, അവരുടെ ഉള്ളിൽ കുറേ സങ്കടങ്ങൾ കാണും. അവർ പല സിറ്റുവേഷനെയും ഫേസ് ചെയ്യുന്നത് പല രീതിയിലാണ്.
ഇത് ഒരു മേജർ ചലഞ്ച് വന്നാൽ എനിക്ക് ചലഞ്ച് ഉണ്ടെന്ന് മനസ്സിലാകും. എല്ലാ ആൾക്കാരും ആ മേജർ ചലഞ്ച് വരണത് വരെ ഫേസ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ട്രീറ്റ് ചെയ്യണം. ഇത് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാർ അസുഖം വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ അസുഖം വരാതിരിക്കാം എന്നതിനെ പറ്റിയിട്ട് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പണ്ടത്തെക്കാളും കൂടുതൽ ആൾക്കാർ റോഡ് നടക്കണ കാണാൻ പറ്റും. കൂടുതൽ ആൾക്കാർ യോഗ ചെയ്യണത് കാണാൻ പറ്റും. ജിമ്മിൽ ചെന്ന് പോണത് കാണാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ കുറെ അസുഖം വന്നതിന് ശേഷമാണ് ഡോക്ടർ പറയും രാവിലെ കുറച്ച് നടക്കണം. അങ്ങനെയല്ല, ഇപ്പോൾ നേരത്തെ തന്നെ ഒരു നടക്കുന്നുണ്ട്, പ്രിക്കോഷൻ പ്രിവെൻറ്റീവായിട്ട്. സോ അപ്പോൾ ഈ പ്രോസസ്സ് ഒരു അസുഖം അല്ലെങ്കിൽ ചലഞ്ച് വരാതിരിക്കുന്നവർക്ക് ചെയ്താൽ അവരുടെ ലൈഫിൽ ഈ അസുഖങ്ങളും ഈ മൈൻഡിനെ സംബന്ധിച്ചുള്ള ചലഞ്ചസും വരാതിരിക്കും. എന്ന് കൂടാതെ ഇവർക്ക് ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റും. ലൈഫ് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കും വളരെ പീസ്ഫുള്ളായിട്ട്. ഒരാൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾ, അവരുടെ എൻവയോൺമെൻറ്റ്, ആ സറൗണ്ടിങ് എല്ലാം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് മാറും. വളരെ പീസ്ഫുള്ളായിട്ടും വളരെ ജോയ്ഫുള്ളായിട്ടും മാറ്റാൻ സഹായിക്കും. ഓക്കെ, സാർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ലൈഫിലാണെങ്കിലും അല്ലാണ്ട് നമ്മളുടെ ജോബ് ആ ഒരു ലെവലിലാണെങ്കിലും നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പ്രോസസ്സ് പഠിപ്പിക്കുന്നത് കൂടിയിട്ട് കൂടുതൽ ബോധമായിട്ട് എങ്ങനെ ജീവിക്കാം, ഇത് പ്രതി ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ, ഈവൻ ലേഡീസിനാണെങ്കിൽ കുക്കിംഗ് വരെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കുക്കിംഗ് ഓഫീസിൽ അവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് അവയർനെസ്സോട് കൂടി ചെയ്യാൻ പറ്റും. ക്ലീനിങ് കംപ്ലീറ്റ് അവയർനെസ്, കുട്ടികളെ വളർത്തുന്നത്, എല്ലാത്തിലും ഒരു തികഞ്ഞ ബോധമുള്ള ആൾക്കാരായിട്ട് മാറും. നേരത്തെ ബോധം കുറവെന്നല്ല, കൂടുതൽ ബോധം, ഒരു ഹയർ ലെവലിലേക്ക് ബോധം ഉണ്ടാക്കാൻ പറ്റും. സാർ ഒരു ഡൗട്ട്, ഇതിനൊരു ഏജ് ഡിഫറൻസ് ഉണ്ടോ? ഇത്ര വയസ്സിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആർക്കൊണ്ടോ പഠിക്കാൻ പറ്റും. ഓക്കെ, ആർക്കൊണ്ടോ പഠിക്കാൻ പറ്റും. ഒരു ഏജ് ഡിഫറൻസും ഇല്ല. ഓക്കെ. നമ്മുടെ ക്ലാസ്സുകളിൽ 7-8 വയസ്സായ കുട്ടികൾ തൊട്ട് 80-85 വയസ്സായ ആൾക്കാർ വരെ ഇന്ന് പഠിക്കുന്നുണ്ട്. എല്ലാ സമയത്തും മനുഷ്യന് മാറാൻ പറ്റും. അപ്പോൾ വളരെ നല്ല രീതിയിൽ EFT കുറിച്ചും അതിൻ്റെ എന്താ പറയുക ഉപയോഗത്തെക്കുറിച്ചും നമ്മൾക്ക് ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ അത് ഉപയോഗപ്രദമാക്കാമെന്നും പറഞ്ഞു തന്ന സാറിന് നന്ദി.